അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ പഴയ ചാനൽ അഥവാ മലബാരി വ്ളോഗ്സ് ബൈ യൂസഫ് എന്ന ചാനൽ എനിക്ക് നഷ്ടമായി. ഇപ്പോൾ പകരമായിട്ട് ഞാൻ ഈ ന്യൂസുകൾ നിങ്ങളോട് പറയുന്നത് മലബാരി വ്ളോഗ്സ് ബൈ യൂസഫ് സെക്കൻഡ് അഥവാ 2 എന്ന ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. യുദ്ധത്തിൻ്റെ തീവ്രത അനുദിനം വർദ്ധിക്കുന്നു എന്നാണ് എല്ലാവിധ റിപ്പോർട്ടർമാരും പറയുന്നത്, അഥവാ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും ഈ യുദ്ധം തുടരുന്നത് ആർക്കും ഗുണകരമായ ഒരു സംഗതിയല്ല. അപ്പോൾ ചോദിക്കും, ഇതിന് കാരണക്കാരി യഥാർത്ഥത്തിൽ ഹമാസ് അല്ലേ? ഹമാസ് ഒക്ടോബർ 7 ഇങ്ങനെ ഒരു സംഭവം നടത്തിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് സമാധാനമുണ്ടാകുമല്ലോ, ശാന്തമായിട്ട് കഴിയാമല്ലോ എന്നൊക്കെ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ധരിച്ചു പോകാറുണ്ട്. അങ്ങനെ ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ്. ലോകത്ത് ആർക്കും തന്നെ പ്രത്യക്ഷത്തിൽ കാര്യങ്ങളെക്കുറിച്ച് സാധാരണ പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമേ അവർക്ക് കാണാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ദുഃഖത്തെ സംബന്ധിച്ച് നമ്മൾ ആ ദുഃഖം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിക്കവറി ആകുന്നു. അതോടൊപ്പം തന്നെ നാം ആ ദുഃഖത്തെക്കുറിച്ച് പൂർണ്ണമായി മറക്കുന്നു. അപ്പം മറതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അത് പരിശോധിക്കപ്പെടാതെ, അത് പരിഹരിക്കപ്പെടാതെ ലോകത്ത് നമുക്ക് സമാധാനമുണ്ടാവുകയില്ല. നമ്മുടെ ഒരു അയൽവാസി നമ്മളോട് വെറുപ്പും വിദ്വേഷവുമാണ്. തീർച്ചയായിട്ടും ആ അയൽവാസിയുമായി പ്രശ്നം രമ്യമായിട്ട് തീരുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമായിട്ടുള്ളത്. ആ അയൽവാസി ഒരു ദുർബലനായ അയൽവാസിയാണെങ്കിൽ പോലും അയാളെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വെറുപ്പിച്ച് നിൽക്കുന്ന ഒരു ശത്രുവായിട്ട് നിൽക്കുന്നത്, നമ്മൾ എത്ര ശക്തനായാലും ഒരു അയൽവാസി ശക്തനാവുകയും മറ്റൊരു അയൽവാസി മഹാദുർബലനാവുകയും ആണെങ്കിൽ പോലും ഈ ശക്തനായ അയൽവാസി ഇയാളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഈ ദുർബലനല്ല ഉറക്കം വരാതിരിക്കുന്നത്, മറിച്ച് ഈ സമ്പന്നനായ അയൽവാസിക്കാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. എന്താ കാരണം? അയാൾക്കാണ് ഭൗതികമായിട്ടുള്ള കൂടുതൽ താല്പര്യങ്ങളുള്ളത്, അയാളുടെ കയ്യിലാണ് സമ്പത്തും സൗകര്യമുള്ളത്. അപ്പോൾ അയാളാണ് കൂടുതൽ പേടിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, ലോകത്ത് പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളുടെ കൂമ്പാരമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആലോചിച്ച് നോക്കണം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അത്യാധുനികമായ ആയുധങ്ങൾ തങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം അതോടൊപ്പം തന്നെ തങ്ങളെ സഹായിക്കാൻ സാമ്രാജ്യ രാജ്യങ്ങളുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും അയൽവാസികളായിട്ടുള്ള ഈ ഫലസ്തീനികളുമായിട്ട് രമ്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എല്ലാ നിലക്കും ഗുണം. പക്ഷേ ദുർവാശി അതാണ്, ഇപ്പോൾ ഒക്ടോബർ 7 ശേഷം ഹമാസ് മാത്രമായിരുന്നു പ്രധാനമായിട്ടും കണ്ണിലെ കരടെങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ള അതിശക്തമായിരിക്കുന്നു. 2006 ഒരു കോൾ കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. പഴയ കാലത്ത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ യുദ്ധത്തിൽ ഇസ്രായേൽ തന്നെ പേടിച്ചോടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഹമാസിൻ്റെ ആയുധങ്ങളെക്കുറിച്ച്, ഹമാസിൻ്റെ ശക്തിയെക്കുറിച്ച് പരിധി ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് വർഷങ്ങൾ 10-18 കഴിഞ്ഞതോടുകൂടെ ഹമാസ് കൂടുതൽ ശക്തരായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ ഡ്രോണുകൾ ഇസ്രായേലിനകത്തു കയറി ഹൈഫ തുറമുഖത്തിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ എടുത്തത് നമ്മൾ ലോകം കണ്ടു. നോക്കൂ, ഇവരുടെ അയോൺ ഡോം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആധുനികമായിട്ടുള്ള ചാര സംഘടനയ്ക്ക് മൊസാദിന് ഇതിൻ്റെ വിവരങ്ങളെ ലഭിച്ചില്ല. മാത്രമല്ല, അതുപോലെ തന്നെ ഒരു കാര്യവും സ്വാഭാവികമായിട്ട് തടയിടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ തന്നെ തദ്ദേശീയരായ ഇസ്രായേലിനകത്ത് നിന്ന് തദ്ദേശീയരായ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അതോടൊപ്പം പേടിച്ച് കഴിയുകയും, അതൊരു മറ്റൊരു കഥ. അതോടൊപ്പം ഇപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. എന്തുകൊണ്ടാണ് ഇവർ ഒരു രമ്യതയെക്കുറിച്ച് സംസാരിക്കാത്തത്? ഇവർക്ക് എന്തുകൊണ്ട് നല്ല രീതിയിൽ തങ്ങളുടെ അയൽവാസിയുമായി നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നല്ലേ അവർ ആഗ്രഹിക്കേണ്ടത്? അതിനു വേണ്ടിയാണ് അവരുടെ സഖ്യരാഷ്ട്രങ്ങളൊക്കെ പണിയെടുക്കേണ്ടതും. പക്ഷേ കൂടുതൽ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, 2 ആളുകൾ തല്ലുമ്പോൾ നമ്മൾ പറയൂ, 2 ആളുകൾ
തമ്മിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ നമ്മൾ പറയും സാധാരണ എന്ത്, ആ തല്ലിനെ സന്ധി പ്രകാരം പറഞ്ഞു ഒഴിച്ചു നിർത്തലാണ് വേണ്ടത്. നമ്മൾ ചായക്കാരം മുടിക്കുക എന്നൊക്കെ പറയും സാധാരണ രീതിയിൽ. രണ്ടാളുകൾ തല്ലുന്നത് അവരങ്ങനെ തല്ലി തീർന്നു കൊള്ളട്ടെ എന്ന് പറയാറില്ല. കാരണം അത് മനുഷ്യൻ്റെ മനസാക്ഷിക്ക് എതിരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ തല്ലിൽ ഇടപെടും, എന്നിട്ട് തീർക്കും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നം പരിഹരിക്കും. ആ റോള് പോലും ഈ അമേരിക്കയോ ഈ ലോകമോ എടുക്കുന്നില്ല. അതാണ് ഇപ്പോഴും തങ്ങളുടെ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രമുഖ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, വലിയ കഴിവുള്ള രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ നിർത്തി സന്തോഷകരമായ ഒരു നിർഭയത്വം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ വലിയ സമാധാനമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ശക്തി പ്രാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമാണ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് പോലെ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരവസ്ഥയിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യുദ്ധത്തിൻ്റെ കെടുതികൾ അവിടുത്തെ യഥാർത്ഥത്തിലുള്ള സർക്കാരുകൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ആ രാജ്യങ്ങളും മാത്രമല്ല, മറിച്ച് അവിടുത്തെ ദുർബലരായിട്ടുള്ള ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കണം. ഒരു യുദ്ധം കൊണ്ട് ആർക്കും നേട്ടമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശത്രു, ആ ശത്രുവിനെ എപ്പോഴും നമ്മൾ ദുർജനം പ്രഥമം വന്ദേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം ദുർജനമായ ഒരു ശത്രുവിനെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രഥമമായിട്ട് വന്ദിക്കേണ്ടത്. അതുപോലെ തന്നെ ശത്രു ചെറുതാണെങ്കിലും ആ ശത്രുത മാറ്റണം. അതിനുവേണ്ടി മറ്റുള്ളവർ പ്രവർത്തിക്കണം. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം പോലും, വാസ്ലിഹൂദാത്ത ബൈനഹും. നോക്കണം, ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഒരു അതിക്രമ യുദ്ധം, ഒരിക്കലും അങ്ങോട്ട് അതിക്രമിച്ച് അധിനിവേശ യുദ്ധം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ ശക്തമായിട്ട് തന്നെയാണ് നേരിടുന്നത്. അതല്ല, നിങ്ങളെ ചതിച്ചവരെ പോലും നിങ്ങൾ ചതിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്നവരോട് പോലും നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് ചാടിയിട്ട് ഏറ്റുമുട്ടരുത്. മറിച്ച് അതിനൊക്കെ ഒരു സുൽഹിൻ്റെ മേഖല, ഒരു നന്മയുടെ മേഖല കെട്ടിപ്പടുത്തു കൊണ്ടുവരണമെന്നാണ് ലോകത്ത് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ എല്ലാ ആധ്യാത്മിക പുരുഷന്മാരും മനുഷ്യൻ സാഹോദര്യത്തോടെ മുന്നോട്ട് പോകണം, സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരും സത്യസന്ധരും ദീർഘദൃഷ്ടിയും ദൈവഭയവുമുള്ളതുമായിട്ടുള്ള ഒരു മധ്യസ്ഥന്മാർ ഇടപെടണം. എന്നിട്ട് എന്താണ് പ്രശ്നം? ദുരാഷ്ട്രവാദമാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത്. ഈ ദുരാഷ്ട്രവാദം എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ ഇസ്രായേലിന്? അവിടെയാണ്. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർ തമ്മിൽ ഉണ്ടാകുന്ന വഴക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയവൻ കുറഞ്ഞു കൊടുക്കുകയില്ല. പക്ഷെ അവന് അതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥന്മാരായ ഈ US പോലെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിൻ്റെ ഗൗരവങ്ങളെയും അതിൻ്റെ ദുരന്തങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയണം. അതാണ് ഒരു മധ്യസ്ഥൻ്റെ റോള്. തീർച്ചയായിട്ടും അതാണ് ഒരു UN റോള്. പക്ഷേ ആ റോളുകളൊന്നും എവിടെയും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി ഈ ദുരാഷ്ട്രവാദം മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. ശത്രു ഞാൻ മനസ്സിലായി. അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അതല്ല, ഈ യുദ്ധം ശക്തിമത്തായിട്ട് പോകുന്നു, എല്ലാവരും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. കാരണം എന്താണ് സംഭവിക്കുക? ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം എവിടെ എത്തും? അത് മൊത്തം ലോകത്തിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും എല്ലാവരുടെയും പൗരന്മാർ ഇപ്പോൾ തന്നെ ധാരാളം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ പങ്കാളികളായിട്ടുള്ള സൈന്യങ്ങൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്, മറിച്ച് യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത, അതിൻ്റെ ഭാഗഭാക്കുകൂടെ അല്ലാത്ത നിരപരാധികളായ ഒട്ടനേകം ആളുകൾ കൊല്ലപ്പെടുന്നു. മാത്രമല്ല ജീവികൾ നശിക്കുന്നു, ജീവജാലങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കേവലം എല്ലാവർക്കും അത് നഷ്ടമുണ്ടാക്കുന്നു. ആയുധ കച്ചവടത്തിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അവർക്കും അത് ലാഭമുണ്ടാക്കുന്നു എന്ന് പറയുക വയ്യ. ആത്യന്തികമായിട്ട് അവർക്ക് നഷ്ടം തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത്, ഈ ഉരുണ്ടുകൂടിയിട്ടുള്ള ഈ മേഘം, ആ മേഘം പെയ്യാതെ പോകട്ടെ, ആ മേഘം തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഈ സന്മനസ്സുള്ള ആളുകൾ തയ്യാറായിരുന്നെങ്കിൽ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല
വിവരങ്ങളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി.